അതിരപ്പള്ളി ഭാഗത്ത് വിനോദസഞ്ചാരികൾ പുഴയുടെ നടുവിൽ കുടുങ്ങി. വെള്ളം വളരെ കുറഞ്ഞ സമയത്ത് പുഴയുടെ നടുവിൽ പോയവരാണ് കുടുങ്ങിയത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞ് കൂടുതൽ ജലം ഒഴുകി വന്നതോടെ നദിയിൽ പെട്ടെന്നാണ് ജലനിരപ്പ് ഉയർന്നത്. അങ്ങനെ വിനോദസഞ്ചാരികൾ കുടുങ്ങുകയായിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഇവരെ കരക്കെത്തിക്കാൻ എന്താണ് ശ്രമങ്ങൾ നടക്കുന്നത്? അതായത് അവരെ നാട്ടുകാരിടപെട്ട് കരക്കെത്തിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരും തന്നെ പുഴയുടെ നടുഭാഗത്തില്ല. പക്ഷേ മറുകരയിൽ മീൻ പിടിക്കാൻ പോയ കുറച്ച് ആളുകളുണ്ട്. അത് പക്ഷേ പ്രദേശവാസികൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് നന്നേ കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃശ്യങ്ങളും വാർത്തയും ഒക്കെ തന്നെ നൽകിയത്. പക്ഷേ ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഈ പെരിങ്ങൽകുത്ത് ഡാമിൽ വൈദ്യുത ഉൽപ്പാദനം ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച സമയത്ത് പുഴയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് വൈദ്യുതോൽപാദനത്തിന് ശേഷമുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് അവിടെ എത്തിയ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. അതിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇവർ ഈ പുഴയിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം വരേക്കും ഇന്ന് രാവിലെ വരേക്കും ഒന്നും തന്നെ രാവിലെ ഒരു 8 മണി വരെയൊന്നും തന്നെ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ജലനിരപ്പ് ഉയർന്നു വന്നു തുടങ്ങിയത്. അതായത് ആ സമയത്ത് പാറയ്ക്ക് മുകളിലൂടെയൊക്കെ നടന്നു പോകാവുന്ന സ്ഥിതിയായിരുന്നു ചാലക്കുടി പുഴയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയായിരുന്നു. പക്ഷേ ഈ വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി പെട്ടെന്ന് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് അവിടെ മീൻ പിടിക്കാൻ വന്ന മറ്റ് ചൂണ്ടയിടാനും മറ്റും വന്ന പ്രദേശവാസികൾ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെള്ളത്തിൻ്റെ അളവ് കൂടി വരുന്നുണ്ട്, പെട്ടെന്ന് അവിടെ നിന്ന് മാറണം എന്നുള്ളത്. പക്ഷേ ഇത് വകവയ്ക്കാതെ അവർ അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും റിസോർട്ട് ജീവനക്കാരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇവരെ രക്ഷിക്കുകയായിരുന്നു. നാട്ടുകാരനായ ബിനോയ് എല്ലാവരെയും കൈ പിടിച്ച് വരിവരിയായി നിർത്തി പതുക്കെ പുഴയുടെ മറുകരയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും വെള്ളം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഏകദേശം 9:30 കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും ഭാഗ്യം കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. പുഴയുടെ അക്കരയ്ക്ക് മീൻ പിടിക്കാൻ പോയ ചിലർ ഇപ്പോഴും അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഈ സ്വാഭാവികമായും പകൽ സമയത്ത് വൈദ്യുതോൽപാദനം തീരെ കുറയും. അതോടുകൂടി പെരിങ്ങൽകുത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയും. അങ്ങനെ അവർക്ക് തിരികെ വരാനുള്ള ഒരു മാർഗം തെളിയുകയും ചെയ്യും. എന്തായാലും വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് മാറിപ്പോയത്. അവിടെ ഈ റിസോർട്ട് ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ കൂടുതലായി ഉണ്ടായിരുന്നതിനാലാണ് കുട്ടികളടക്കമുള്ള ഈ സംഘം മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതെ രക്ഷപ്പെട്ടത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും പുഴയുടെ നടുവിൽ കുടുങ്ങിക്കിടക്കുകയാണ് വിനോദസഞ്ചാരികൾ. അവരെ മറുകരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.